ഇപ്പോൾ ഹമാസ് മോചിപ്പിച്ച ഇസ്രായേൽ ബന്ദികളെ സന്ദർശിക്കാൻ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് എത്തിയിരിക്കുകയാണ്. ആ ദൃശ്യങ്ങളാണ് കാണുന്നത്. വർഷങ്ങളായി നീണ്ടുനിന്ന ഇസ്രയേൽ ഹമാസ് യുദ്ധാന്തരീക്ഷം ആണ് അവസാനിക്കാൻ പോയിക്കൊണ്ടിരിക്കുന്നത്. ബന്ദി കൈമാറ്റമാണ് ഇനി നടക്കുന്നത്. അതിൽ 7 ബന്ദികളെ കൈമാറിക്കഴിഞ്ഞു. ഇനിയും ബന്ദികളെ കൈമാറേണ്ടതുണ്ട്. 7 വിഭാഗവും. ലിജോ ഉണ്ട് വിവരങ്ങളുമായി. ലിജോ, ഒരു ശാന്തിയുടെ സന്ദേശമാണ് ഇപ്പോൾ അവിടെ നിന്നും ലഭിക്കുന്നത്. ബന്ദികളെ കൈമാറിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ ഡൊണാൾഡ് ട്രംപ് എത്തിയിരിക്കുന്നു. എന്താണ് അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? വിവരം. രേഷ്മ പറഞ്ഞതുപോലെ തന്നെ ഒരു സമാധാനത്തിൻ്റെ അന്തരീക്ഷം ആ പ്രദേശത്ത് ഉണ്ടാവുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഈ ഘട്ടത്തിൽ ഏതാണ്ട് 2 വർഷം നീണ്ടുനിന്ന യുദ്ധത്തിൻ്റെ ഒരു പരിസമാപ്തി, അല്ലെങ്കിൽ അത് അവസാനിക്കുന്നു, അതിൻ്റെ ഒരു യുദ്ധത്തിൻ്റെ കാർമേഘം അവസാനിക്കുന്ന ഘട്ടത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും ഫലസ്തീൻ ഇസ്രായേൽ വെടിനിർത്തലുമായി ബന്ധപ്പെട്ട് ഉണ്ടാക്കിയ കരാറിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ ബന്ദികളെ പരസ്പരം കൈമാറുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ മാറിയിട്ടുണ്ട്. ആദ്യഘട്ടത്തിൽ ഹമാസിൻ്റെ കയ്യിലുണ്ടായിരുന്ന, അല്ലെങ്കിൽ അവർ തട്ടിക്കൊണ്ടുപോയിട്ടുള്ള ബന്ദികളിൽ നിന്ന് 7 പേര്, 20 പേരാണ് ജീവനോടുള്ള, അതിൽ 7 പേരെ ഇപ്പോൾ വിട്ടു നൽകിയിട്ടുണ്ട്. ഏതാണ്ട് 2000-നടുത്ത് 1950ഓളം തടവുകാർ, ഫലസ്തീൻ പൗരന്മാർ ഇസ്രായേലിലുണ്ട്. അതിൽ 250 പേരെ 2 ജയിലുകളിൽ നിന്നായി ഇപ്പോൾ മോചിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇതിൻ്റെ ഇടയിലാണ്, അല്ലെങ്കിൽ ഇതാണ് ഈ സമാധാന കരാറിൻ്റെ ഏറ്റവും ആദ്യത്തെ പടി എന്ന നിലയിൽ നടക്കേണ്ടിയിരുന്നത്. ആ കാര്യങ്ങൾ നടക്കുന്നു. അതിനിടയിലാണ് ഇപ്പോൾ ഏതാണ്ട് ഒരു 4 മണിക്കൂർ സന്ദർശനത്തിനായി ഇസ്രായേലിലേക്ക് ഇപ്പോൾ അമേരിക്കയുടെ പ്രസിഡന്റായിട്ടുള്ള ഡൊണാൾഡ് ട്രംപ് എത്തിയിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഡൊണാൾഡ് ട്രംപിനെ ഇപ്പോൾ ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും അതോടൊപ്പം തന്നെ മറ്റ് നയതന്ത്ര ഉദ്യോഗസ്ഥരും ഒപ്പം മന്ത്രിമാരടക്കം ചേർന്ന് സ്വീകരിച്ചിട്ടുണ്ട്. 4 മണിക്കൂർ അദ്ദേഹം ഡൊണാൾഡ് ട്രംപ് ഇസ്രായേലിലുണ്ടാവും. അതിനുശേഷം ഈജിപ്തിലെ കെയ്റോയിലേക്ക് പോകുമെന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിനിടയിൽ ഇപ്പോൾ ഇസ്രായേൽ പൗരന്മാരെ അഭിസംബോധന ചെയ്ത് ട്രംപ് സംസാരിക്കുമെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇന്നിപ്പോൾ രാവിലെ തന്നെ ഇസ്രായേലിലേക്കുള്ള യാത്രക്കിടയിൽ ട്രംപ് വ്യക്തമാക്കിയത് ഇസ്രായേലിൻ്റെ ഗാസ യുദ്ധം അവസാനിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. അതായത് ഒരു സമാധാനത്തിൻ്റെ അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്ന തരത്തിലേക്ക് ഇന്നിപ്പോൾ ഏതായാലും ഇസ്രായേലിന് ഈ സന്ദർശനത്തിന് തൊട്ടുമുമ്പായി ട്രംപ് വ്യക്തമാക്കിയിട്ടുണ്ട്. ഏതായാലും ഈ ബന്ദി കൈമാറ്റം, അതായത് ഇസ്രായേൽ പൗരന്മാരായിട്ടുള്ള 20 പേരിൽ 7 പേർക്ക് ശേഷം ബാക്കിയുള്ള 13 പേരെ വിട്ടുകൊടുക്കണം. 28ഓളം പേരുടെ മൃതദേഹമുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെ മൊത്തം 48 ബന്ദികളായിരുന്നു ഉണ്ടായിരുന്നത്. അതോടൊപ്പം തന്നെ ഏതാണ്ട് നേരത്തെ സൂചിപ്പിച്ച പോലെ 1950ഓളം ഫലസ്തീനി പൗരന്മാർ ഇസ്രായേലിലെ വിവിധ ജയിലുകളിലുണ്ട്. അവരെ കൂടി വിട്ടു നൽകണം എന്നുള്ളതാണ് ഈ കരാർ ആദ്യ പടി എന്നുള്ളത്. അതാണ്. അതോടൊപ്പം തന്നെ ഏത് തരത്തിലായിരിക്കും ഫലസ്തീൻ്റെ ഒരു പുനർനിർമ്മാണം, അത് ഏത് ഘട്ടത്തിലേക്കായിരിക്കും നടക്കുക എന്നത് സംബന്ധിച്ചുള്ള വ്യക്തത ഇനിയും വരേണ്ടതുണ്ട്. 4 മണിക്കൂർ ഇസ്രായേലിൽ തങ്ങുന്ന ട്രംപ് അതിനുശേഷം ഈജിപ്തിലെ കെയ്റോയിലേക്ക് പോകും. അവിടെ ഏതാണ്ട് 20ഓളം രാഷ്ട്ര തലവന്മാർ ഇന്ന് ഈ സമാധാന ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നുണ്ട്. അവിടെ വെച്ച് ഏതെങ്കിലും തരത്തിലുള്ള ഒരു സമാധാന ഉടമ്പടി, അല്ലെങ്കിൽ മുന്നോട്ട് പോക്ക് എങ്ങനെയാണ്, ഏത് തരത്തിലായിരിക്കും ഫലസ്തീൻ ജനതയുടെ ഇനിയുള്ള മുമ്പോട്ട് പോക്ക്, അതിന് നിയന്ത്രണം ഏത് തരത്തിലായിരിക്കും, എങ്ങനെയാണ് അതിൻ്റെ ഭരണ സംവിധാനം തുടങ്ങിയ കാര്യങ്ങളിൽ ഏതെങ്കിലും തരത്തിലുള്ള കരാറുകളോ അല്ലെങ്കിൽ ആ തരത്തിലുള്ള നിർദ്ദേശങ്ങളോ ഉയർന്നു വരുമോ തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ചും വ്യക്തത വരേണ്ടതുണ്ട്. ഏതാണ്ട് 20 ദിന ഈ വെടിനിർത്തലുമായി ബന്ധപ്പെട്ട ഒരു 20 ദിന കർമ്മ പരിപാടിയായിരുന്നു നേരത്തെ ട്രംപ് നിർദ്ദേശിച്ചിരുന്നത്. ആ തരത്തിലാണോ കാര്യങ്ങൾ മുമ്പോട്ട് പോവുക, അതിൽ ഏതെങ്കിലും തരത്തിലുള്ള മാറ്റങ്ങൾ ഉണ്ടാകുമോ തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ചും വ്യക്തത വരേണ്ടതുണ്ട്. ഏതായാലും ഹമാസ് ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത് നേരത്തെ ട്രംപ് നിർദ്ദേശിച്ച ഫലസ്തീൻ ഇസ്രായേൽ വെടിനിർത്തൽ അത് അംഗീകരിക്കുന്നു എന്നുള്ളതാണ്. ഇസ്രായേലിൻ്റെ ഭാഗത്തു നിന്ന് വെടിനിർത്തൽ ഉണ്ടായ പശ്ചാത്തലത്തിൽ, അല്ലെങ്കിൽ അത് ലംഘിക്കുന്ന ഘട്ടം വരെയും ഹമാസ് ആ തരത്തിൽ മുമ്പോട്ട് പോകുമെന്നുള്ളതാണ്. നിലവിലെ സാഹചര്യത്തിൽ ഒരു ആഭ്യന്തര സംഘർഷത്തിലേക്ക് പോകുന്ന ഒരു സാഹചര്യം ഫലസ്തീനിലുണ്ട്. അതുകൊണ്ട് തന്നെ ഹമാസ് വിരുദ്ധ ചേരിയിലുള്ള ആളുകൾ ആ തരത്തിലൊരു സംഘർഷാവസ്ഥയിലേക്ക് പോകാതിരിക്കാനുള്ള കാര്യങ്ങൾ കൂടി ഉണ്ടാകേണ്ടതുണ്ട്. അത്തരത്തിലുള്ള സമാധാന ശ്രമങ്ങൾ കൂടി ഉണ്ടാകുമോ എന്നുള്ളത് ആണ് ഇനി അറിയേണ്ടത്.
ഏതായാലും ഈ ട്രംപിൻ്റെ വരവ്, അതോടൊപ്പം തന്നെ ബന്ദികളുടെ വിട്ടുകൊടുക്കൽ, ഒപ്പം ഫലസ്തീൻ പൗരന്മാരെ ഇസ്രായേൽ ജയിലിൽ നിന്ന് കൈമാറുന്ന ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, അതോടൊപ്പം തന്നെ റെഡ് ക്രോസിൻ്റെ ഇടപെടൽ, കഴിഞ്ഞ ദിവസങ്ങളിലായി ഭക്ഷ്യവസ്തുക്കളും മറ്റു വസ്ത്രങ്ങൾ, മരുന്നുകൾ ഉൾപ്പെടെ ഫലസ്തീനിലേക്ക് എത്തുന്നു, അത് ഈ ഫലസ്തീനിലെ മനുഷ്യരിലേക്ക് എത്തുന്നു എന്നുള്ള അടക്കമുള്ള സമാധാനത്തിൻ്റെയും അതോടൊപ്പം തന്നെ ആശ്വാസത്തിൻ്റെയും കാര്യങ്ങളാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ ഗസയിൽ നിന്ന്, ഫലസ്തീനിലാകെയും ഇസ്രായേലിൽ നിന്നുമൊക്കെയായി പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. ഇസ്രായേൽ ഫലസ്തീൻ അതിർത്തിയിൽ നിലവിൽ ഇപ്പോൾ ബന്ദികളെ സ്വീകരിക്കുന്നതിനായി അവരുടെ ബന്ധുക്കൾ അവിടെയുണ്ട്. ടെല്ലവീവിൽ അത്തരത്തിൽ നിരവധി ആളുകൾ, ഇസ്രായേൽ പൗരന്മാർ ഈ ബന്ദികൾ തിരിച്ചു വരുന്നതുമായി ബന്ധപ്പെട്ട അതിൻ്റെ ആശ്വാസത്തിലും ആഘോഷത്തിലുമാണ് ഉള്ളത്. ഒപ്പം 7 ഹമാസിൻ്റെ കീഴിലുണ്ടായിരുന്ന 7 ബന്ദികളെ നിലവിൽ വിട്ടു നൽകിയിട്ടുണ്ട്. അവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു എന്നുള്ളതാണ് ഏറ്റവും ഒടുവിലായി പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ. അങ്ങനെ കുറെ കൂടി ആശ്വാസകരമായ കാര്യങ്ങളാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ ഇസ്രായേലിൽ നിന്നും ഫലസ്തീനിൽ നിന്നും വന്നുകൊണ്ടിരിക്കുന്നത്. ലിജു, ഈ ഹമാസിന്റെ സായുധ സേനയും ഡർമഷ് വിഭാഗവും തമ്മിലുള്ള ഒരു സംഘർഷം അവിടെ ഒരു ആഭ്യന്തര സംഘർഷമായി ഉടലെടുക്കുകയും നിരവധി ജീവനുകൾ അവിടെ പൊലിയുന്ന സാഹചര്യവും ഉണ്ടായിട്ടുണ്ട്. ആരായിരിക്കും ഇനി ഭരണതലത്തിലുള്ള നീക്കങ്ങൾ എങ്ങനെയായിരിക്കും ഇനി? അങ്ങനെ ഒരുപാട് ചോദ്യങ്ങളും ഉയരുന്നുണ്ട്. തീർച്ചയായും അതാണ് ഏറ്റവും ഒരു ആശങ്കയുണ്ടാക്കുന്ന മറ്റൊരു കാര്യം. അതായത് ഒരു സമാധാനത്തിൻ്റെ അവസ്ഥയിലേക്ക് പോകുന്നു, ഇസ്രായേലിൽ നിന്നുള്ള ആക്രമണം അവസാനിക്കുന്നു, അപ്പോൾ ആഭ്യന്തരമായി ഫലസ്തീനിൽ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതും വലിയ ആശങ്കയോടുകൂടിയാണ് ലോകം ഉറ്റുനോക്കുന്നത്. അക്കാര്യത്തിൽ കൂടി ഒരുപക്ഷെ ഈ വെടിനിർത്തൽ ഉണ്ടാകുന്നു, അതിൽ വലിയ തരത്തിലുള്ള സമാധാന ശ്രമം ഈജിപ്തിൻ്റെയും അതോടൊപ്പം തന്നെ മറ്റ് ഖത്തർ അടക്കമുള്ള രാജ്യങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നു. അതിന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അടക്കമുള്ള അമേരിക്കയിൽ നിന്ന് വലിയ തരത്തിലുള്ള അത്തരത്തിലുള്ള സമ്മർദ്ദങ്ങൾ ഉണ്ടാകുന്നു. ആ സമ്മർദ്ദത്തിൻ്റെയൊക്കെ പശ്ചാത്തലത്തിലാണ് ഏറ്റവും ഒടുവിലായി ഇപ്പോൾ വെടിനിർത്തൽ ഉണ്ടായിരിക്കുന്നത്. പക്ഷേ അതിനുശേഷം തിരികെ ഗസയിലേക്കും മറ്റ് ഫലസ്തീൻ്റെ വിവിധ ഭാഗത്തേക്ക് വരുന്ന ആളുകൾ അവർ വലിയ തരത്തിലുള്ള സംഘർഷാവസ്ഥയിലേക്ക് പോകുന്നു. അതിന് കാരണം ഹമാസും അതോടൊപ്പം തന്നെ ഹമാസ് വിരുദ്ധ ചേരി എന്ന നിലക്ക് ഭരണം ആര് കൈയാളുമെന്നത് സംബന്ധിച്ചുള്ള പ്രശ്നങ്ങളാണ്, അതിലുള്ള തർക്കങ്ങളാണ് നിലനിൽക്കുന്നതെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. 7000-ഓളം വരുന്ന സായുധ സേനാംഗങ്ങളോട് ഗസയിലേക്ക് എത്താൻ നേരത്തെ തന്നെ ഹമാസ് ആവശ്യപ്പെടുകയും അതിനടിസ്ഥാനത്തിൽ അത്തരത്തിൽ ഗസയിലേക്ക് സായുധ പോരാളികൾ വരുന്ന തരത്തിലുള്ള നീക്കങ്ങൾ അവിടെ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെയെങ്കിൽ അത് കൂടുതൽ ആഭ്യന്തരമായ സംഘർഷത്തിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. അതിനെ കൂടി നേരിട്ടുകൊണ്ടായിരിക്കും, അല്ലെങ്കിൽ അത്തരത്തിൽ കാര്യങ്ങളെക്കുറിച്ചുള്ള ചർച്ചകൾ കൂടി ഉണ്ടാകുമെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഹമാസ് നിലവിൽ ഏതായാലും ഈ സമാധാന ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ ചർച്ചയുടെ ഫലങ്ങൾ ഏത് തരത്തിലായിരിക്കുമെന്നത് നമുക്ക് വരും മണിക്കൂറുകളിൽ മാത്രമാണ് മനസ്സിലാവുകയുള്ളൂ. ലിജു വർഗീസാണ് വിവരങ്ങൾ നൽകിയത്.